ധ്യാൻ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ധ്യാൻ്റെ ഒരു വൈബിൽ വന്നിരുന്ന് കണ്ടാൽ പടം ഇഷ്ടമാവും. ധ്യാൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ. ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. റോയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. എനിക്ക് വർക്കൗട്ട് ആയില്ല. ഒരുപാട് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. കോമഡി ഇല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? പെർഫോമൻസ് ആവറേജ്, ബിലോ ആവറേജ്. ഇപ്പം എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരെ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് കണ്ടില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ച് പൈസ കൊടുത്ത് കാണാൻ പാകത്തിനൊന്നും ഇല്ല. അല്ലാതെ OTT എല്ലാം വരുമ്പോൾ കണ്ടാലും മതി എന്നാണ്. അല്ലാതെ ഇനിയിപ്പം ധ്യാൻ ശ്രീനിവാസനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. കോമഡി ഇപ്പം നമ്മൾ ആ ഒരു മൈൻഡിലിരുന്ന് ചളി ആസ്വദിക്കാൻ വേണ്ടി കണ്ടാൽ വേണമെങ്കിൽ ചിരിക്കാം. നമ്മൾ ചളിയാണെന്ന് മനസ്സിലാക്കി ചിരിക്കുന്ന രീതിയിൽ ചിരിച്ചാൽ ചിരിക്കാം. അല്ലാതെ വേറെ ധ്യാൻ്റെ സിനിമ ഇതുവരെ ഇറങ്ങിയ സിനിമകളെ നമ്മൾ കണക്കിലെടുത്ത് വന്ന് കണ്ടാൽ അത് എക്സ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം പൈസ കൊടുത്ത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട. കണ്ടിറങ്ങിയ ധ്യാൻ്റെ ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സിനിമകളാണല്ലോ. തിയേറ്ററിൽ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. ആ ധ്യാൻ ശ്രീനിവാസൻ വൈബി വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവെല്ലിന് വരെ ഉണ്ടായിരുന്നവരെ ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് കണ്ടില്ല. കൂടെ ഇരുന്നവരെ പറയുണ്ടായിരുന്നു ഇങ്ങനെ ആരും ഈ പടം പൊട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പടം ഉണ്ടാക്കുന്നില്ല, നല്ലത് എന്നായിട്ട് വരാൻ വേണ്ടി തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത്. അല്ലാതെ ബാക്കി മേക്കിംഗ് സംഭവങ്ങളൊക്കെ കൊള്ളാം. പഴയ പോലെ വൃത്തികെട്ട ഒരു രീതിയിലൊന്നും അല്ല പടം പോകുന്നത്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിൽ എത്തൂല. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ എന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതിരിക്കാം. അത്ര നമുക്ക് ചിരിക്കാം. പക്ഷെ എല്ലാവരും ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. നമ്മൾ സൈഡിൽ ഇരുന്ന് കമന്റ് ഒക്കെ അടിച്ച് ചിരിക്കാവുന്ന ഒരു ലെവലൊക്കെ ഉണ്ട്. സൂപ്പർ കോമഡി ഫിലിമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കാണാൻ വേണ്ടി. ഒരുപാട് പേരുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് കോമഡി ആക്ച്വലി വലിയ രസമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അല്ല, ഇത് സ്ഥിരം ധ്യാൻ ശ്രീനിവാസന്റെ എല്ലാ പടം പോലെ തന്നെ ഇതും പൊട്ടാനാണ് ചാൻസ് ഉള്ളത്. ഇനി കോമഡി സെക്കൻഡ് ഹാഫിൽ അവിടെ ഇവിടെ കുറെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അല്ലാണ്ട് ഫ്രണ്ട്സായിട്ട് വന്നാൽ ചിരിച്ചോണ്ടിരിക്കാൻ കൊള്ളാം. ഒരു മെസ്സേജ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. റൈറ്റിംഗ് അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ആയിട്ട് പറയാനൊന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഉണ്ട്, അതിൽ മറ്റേ അത്ര ഇതൊന്നും വന്നിട്ടില്ല. സ്റ്റാർ കാസ്റ്റ് പെർഫോമൻസ് കുഴപ്പമില്ല. പൊട്ടാൻ വേണ്ടി ഒരു സിനിമ ആരും ഉണ്ടാക്കുന്നില്ല. നല്ലതെന്ന് വിചാരിച്ചു തന്നെയാണ്. എല്ലാവരും നല്ലതെന്ന് വിചാരിച്ചായിരിക്കുമല്ലോ ഇറക്കുന്നത്. പിന്നെ അത് കാണുന്ന ഓരോ ഇതിപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും. എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. ധ്യാനൊക്കെ കുഴപ്പമില്ല. ഒരു വട്ടം കാണാം. തിയേറ്ററിൽ നിന്ന് കാണേണ്ടതില്ല. മ്യൂസിക് കൊള്ളത്തില്ല. വേറെ വലിയ ഇതില്ല. ഒരു വട്ടം കാണാം. TV വരുമ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റില്ല. പടത്തിന്റെ പേര് പോലെ ആയോ പടം? ആപ്പായി. പ്രേക്ഷകർക്കുള്ള ഒരു ആപ്പാണ് സിനിമ. അതെ.